ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കും. അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഗാന്ധിജി ജനിച്ച വർഷം. ഗാന്ധിജി ജനിച്ച വർഷം എന്നാണ് 1869 ഒക്ടോബർ 2. 1869 ഒക്ടോബർ 2 ഗാന്ധിജി ജനിച്ചത്. അടുത്തത്, ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എവിടെയായിരുന്നു? ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം എവിടെയായിരുന്നു? ഉത്തരം 1906 സെപ്റ്റംബറിൽ ദക്ഷിണാഫ്രിക്കയിൽ. 1906 സെപ്റ്റംബറിൽ ദക്ഷിണാഫ്രിക്കയിലാണ് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം. അടുത്ത ചോദ്യം, ഗാന്ധിജി ആദ്യമായി ജയിലിലാക്കപ്പെട്ടത് എവിടെയാണ്? ഗാന്ധിജി ആദ്യമായി ജയിലിലാക്കപ്പെട്ടത് എവിടെയാണ്? ഉത്തരം 1908 ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ. 1908 ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ് ഗാന്ധിജി ആദ്യമായി ജയിലിലാക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ ഗാന്ധിജി അധിക്ഷേപിക്കപ്പെടുകയും ട്രെയിനിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചെയ്ത റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഉത്തരം പീറ്റർ മാരിറ്റ്സ്ബർഗ്. പീറ്റർ മാരിറ്റ്സ്ബർഗ് ദക്ഷിണാഫ്രിക്കയിലാണ്. അടുത്ത ചോദ്യം, ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ടോൾസ്റ്റോയി ഫാം ആശ്രമം സ്ഥാപിച്ച വർഷം. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ടോൾസ്റ്റോയി ഫാം ആശ്രമം സ്ഥാപിച്ച വർഷം. ഉത്തരം 1910. ഉത്തരം എന്താണ്? 1910. അടുത്ത ചോദ്യം നോക്കൂ. ഗാന്ധിജി ഫിനിക്സ് സെറ്റിൽമെൻറ്റ് ആരംഭിച്ചത് എവിടെ? ഗാന്ധിജി ഫിനിക്സ് സെറ്റിൽമെൻറ്റ് ആരംഭിച്ചത് എവിടെ? ഉത്തരം ഡർബൻ. ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിലാണ് ഗാന്ധിജി ഫിനിക്സ് സെറ്റിൽമെൻറ്റ് ആരംഭിച്ചത്. അടുത്ത ചോദ്യം നോക്കൂ. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച വാരിക. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച വാരിക ഏതാണ്? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. ഏതാണ് ഉത്തരം? ഇന്ത്യൻ ഒപ്പീനിയൻ. 1904 ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വാരിക ആരംഭിക്കുന്നത്. 1904. അടുത്ത ചോദ്യം നോക്കൂ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന വർഷം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന വർഷം ഏതാണ്? 1915 ജനുവരി 9. 1915 ജനുവരി 9 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങി വന്നത്. അപ്പോൾ ഈ ജനുവരി 9 ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിവസമായി ആചരിക്കുന്നുണ്ട്. ജനുവരി 9 എന്താണ്? പ്രവാസി ഭാരതീയ ദിവസം. അടുത്ത ചോദ്യം നോക്കൂ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ഉത്തരം 1917 ചമ്പാരൻ സത്യാഗ്രഹം. 1917 ചമ്പാരൻ സത്യാഗ്രഹം. അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം നടന്നത് എവിടെയാണ്? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം നടന്നത് എവിടെയാണ്? ഉത്തരം എന്താണ്? അഹമ്മദാബാദ്. ഉത്തരം അഹമ്മദാബാദ്. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി നിരാഹാരം സമരം നടത്തിയത് എവിടെയാണ്? അഹമ്മദാബാദിൽ. അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് പദവി ഉപേക്ഷിക്കാൻ കാരണം എന്തായിരുന്നു? ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് പദവി ഉപേക്ഷിക്കാൻ കാരണം എന്തായിരുന്നു? ഉത്തരം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 1919 നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല കാരണമാണ് ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് എന്ന പദവി ഉപേക്ഷിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. യങ് ഇന്ത്യ, നവജീവൻ എന്നീ വാരികകൾ ആരംഭിച്ചത് ആരാണ്? യങ് ഇന്ത്യ, നവജീവൻ എന്നീ വാരികകൾ ആരംഭിച്ചത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം. ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം 1924 ബൽഗാം സമ്മേളനം. 1924 ബൽഗാം സമ്മേളനം. 1924 ബൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് കോൺഗ്രസ് അധ്യക്ഷനാവുന്നത്. അടുത്ത ചോദ്യം. 1932 ഓൾ ഇന്ത്യ ഹരിജൻ സമാജത്തിൻ്റെ സ്ഥാപകൻ. 1932 ഓൾ ഇന്ത്യ ഹരിജൻ സമാജിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ഉത്തരം മഹാത്മാഗാന്ധി. അടുത്ത ചോദ്യം. വാർധ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാർധ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മഹാരാഷ്ട്ര. ഉത്തരം മഹാരാഷ്ട്ര.
അടുത്ത ചോദ്യം, ഗാന്ധിജി ഹരിജൻ വാരിക ആരംഭിച്ച വർഷം. ഗാന്ധിജി ഹരിജൻ വാരിക ആരംഭിച്ച വർഷം. ഉത്തരം 1933. 1933. അടുത്ത ചോദ്യം, ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിക്കുന്നത്. ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? ദേശസ്നേഹികളുടെ രാജകുമാരൻ. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചതാരാണ്? ഗാന്ധിജി. അടുത്ത ചോദ്യം, ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിൽ. അടുത്ത ചോദ്യം, ഗാന്ധിജിയെ മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ്? ഗാന്ധിജിയെ മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ്? ഉത്തരം ടാഗോർ. ആരാണ്? ടാഗോർ. അടുത്ത ചോദ്യം, ടാഗോറിനെ ഗുരുദേവ് എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ്? ടാഗോറിനെ ഗുരുദേവ് എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ്? ആരാണ്? ഗാന്ധിജിയാണ്. ടാഗോറിനെ ഗുരുദേവ് എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ്? ഗാന്ധിജി. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു. ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. ആരാണ്? ലിയോ ടോൾസ്റ്റോയ്. അടുത്ത ചോദ്യം, ഗാന്ധിജി കൊല്ലപ്പെട്ട വർഷം. ഗാന്ധിജി കൊല്ലപ്പെട്ട വർഷം. ഉത്തരം 1948 ജനുവരി 30. 1948 ജനുവരി 30. അടുത്ത ചോദ്യം നോക്കൂ, ഗാന്ധിജിയെ വെടിവെച്ച വ്യക്തി ആരാണ്? ഗാന്ധിജിയെ വെടിവെച്ച വ്യക്തി ആരാണ്? ഉത്തരം നാഥൂറാം വിനായക് ഗോഡ്സെ. നാഥൂറാം വിനായക് ഗോഡ്സെ. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിലെ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിലെ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ക്രിപ്സ് മിഷനെ. എന്തിനെയാണ്? ക്രിപ്സ് മിഷനെ. അടുത്ത ചോദ്യം, ബാബ ആംതെയ്ക്ക് അഭയ് സാധക് എന്ന വിശേഷണം നൽകിയത് ആരാണ്? ബാബ ആംതെയ്ക്ക് അഭയ് സാധക് എന്ന വിശേഷണം നൽകിയത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ആരാണ്? മഹാത്മാഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിയൻ യുഗം എന്നറിയപ്പെടുന്ന കാലയളവ് ഏത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിയൻ യുഗം എന്നറിയപ്പെടുന്ന കാലയളവ് ഏത്? ഉത്തരം 1919 മുതൽ 1947 വരെ. 1919 മുതൽ 1947 വരെ. അടുത്ത ചോദ്യം നോക്കൂ, ഇന്ത്യയിൽ ഗാന്ധിജിയുടെ മൂന്നാമത്തെ സത്യാഗ്രഹം ഏതാണ്? ഇന്ത്യയിൽ ഗാന്ധിജിയുടെ മൂന്നാമത്തെ സത്യാഗ്രഹം ഏതാണ്? ഉത്തരം എന്താണ്? ഗേദ സത്യാഗ്രഹം. ഏതാണ്? ഗേദ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ആത്മകഥയുടെ യഥാർത്ഥ പേരെന്താണ്? ഗാന്ധിജിയുടെ ആത്മകഥയുടെ യഥാർത്ഥ പേരെന്താണ്? ഉത്തരം സത്യന പ്രയോഗോ. സത്യന പ്രയോഗോ. ഗാന്ധിജിക്ക് കൈസർ ഇ ഹിന്ദ് പദവി ലഭിച്ച വർഷം. ഗാന്ധിജിക്ക് കൈസർ ഇ ഹിന്ദ് പദവി ലഭിച്ച വർഷം. ഉത്തരം 1915. 1915. അടുത്ത ചോദ്യം നോക്കാം, ഗാന്ധിജിയുടെ ആത്മകഥയിൽ പ്രതിപാദിക്കുന്ന കാലയളവ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പ്രതിപാദിക്കുന്ന കാലയളവ് ഏതാണ്? ഉത്തരം 1869 മുതൽ 1921 വരെ. 1869 മുതൽ 1921 വരെ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച വർഷം. ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ച വർഷം. ഉത്തരം 1927. 1927 ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത്. അടുത്ത ചോദ്യം നോക്കൂ, ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചിരുന്ന ഭാഷ ഏതാണ്? ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചിരുന്ന ഭാഷ. ഉത്തരം ഗുജറാത്തി. ഏതാണ്? ഗുജറാത്തി. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം മഹാദേവ് ദേശായി. ആരാണ്? മഹാദേവ് ദേശായി. അടുത്ത ചോദ്യം നോക്കാം, സത്യാഗ്രഹ സഭയുടെ സ്ഥാപകൻ. സത്യാഗ്രഹ സഭയുടെ സ്ഥാപകൻ ആരാണ്? മഹാത്മാഗാന്ധിയാണ്. സത്യാഗ്രഹ സഭയുടെ സ്ഥാപകൻ ആരാണ്? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മഹാത്മാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്?
ഉത്തരം സി രാജഗോപാലാചാരി. ആരാണ്? സി രാജഗോപാലാചാരി. അടുത്ത ചോദ്യം നോക്കൂ. ഗാന്ധിജിയുടെ ശിഷ്യയായ മീരാബെന്നിൻ്റെ യഥാർത്ഥ പേര്. ഗാന്ധിജിയുടെ ശിഷ്യയായ മീരാബെന്നിൻ്റെ യഥാർത്ഥ പേര്. ഉത്തരം മാഡലിൻ സ്ലേഡ്. മാഡലിൻ സ്ലേഡ്. അടുത്ത ചോദ്യം. മഹാദേവ് ദേശായിക്ക് ശേഷം ഗാന്ധിജിയുടെ സെക്രട്ടറി ആയത് ആര്? മഹാദേവ് ദേശായിക്ക് ശേഷം ഗാന്ധിജിയുടെ സെക്രട്ടറി ആയത് ആര്? ഉത്തരം പ്യാരിലാൽ. ആരാണ്? പ്യാരിലാൽ. അവസാന ചോദ്യം. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ശ്രീരാമൻ്റെ ലങ്കായാത്രയോട് ഉപമിച്ചത് ആരാണ്? ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ശ്രീരാമൻ്റെ ലങ്കായാത്രയോട് ഉപമിച്ചത് ആരാണ്? ഉത്തരം മോത്തിലാൽ നെഹ്റു. ആരാണ്? മോത്തിലാൽ നെഹ്റു. അപ്പോൾ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഏതാനും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.